പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വേദയുടെയും വിക്രമിന്റെയും സ്നേഹം കണ്ട് സഹിക്കാനാവാതെ നന്ദിനിക്കാകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നുക. വേദയുടെ സന്തോഷം കെടുത്താനും നന്ദിനി പല സൂത്രപ്പണികളും ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനെ നന്ദിനിയും വിനായകനും എല്ലാവരും കാപ്പി കുടിച്ചോണ്ടിരിക്കുക. നേരം വിക്രമും കാപ്പി കുടിക്കാനായിട്ട് വരുന്നുണ്ട്. ഏതാ നേരം വിക്രമിന് കാപ്പി എടുത്ത് കൊടുക്കുക. നേരം കമല വിക്രമിനോട് പറയുന്നുണ്ട്, മോളെന്ന് വിക്രമിന്റെ കൂടെ അമ്പലത്തിൽ പോകുന്നുണ്ടോ? നേരം വേദ പറയുക, അതേ അമ്മേ, അത് മാത്രമല്ല ഇന്ന് ദീപ്തിയുടെ പിറന്നാള, അവരും അമ്പലത്തിൽ വരുന്നുണ്ട്. അച്ഛനെയും അമ്മേനെയും ദീപ്തിയും എല്ലാരും കാണാലോ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പറയുക, എന്നാ നിങ്ങൾ കാപ്പി കുടിച്ചിട്ട് ഇറങ്ങാൻ നോക്ക്. അന്നേരം വിക്രം ഇതിനെ നോക്കുന്നുണ്ട്. ഇത് കേട്ട് നന്ദിനി അസൂയയും കുശുമ്പും വേദയോട് തോന്നുന്നുണ്ട്. അന്നേരം വിക്രം വേദയെ നോക്കി ചിരിക്കുന്നത്, വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നത് അസൂയോടെ നോക്കി നിൽക്കുക. കാപ്പിയൊക്കെ കുടിച്ച് രണ്ടുപേരും ഒരുങ്ങി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അന്നേരം ഇത് നന്ദിനി അസൂയോടെ നോക്കി നിൽക്കുക. വിക്രമിന്റെ കൂടെയുള്ള വേദയുടെ യാത്ര അവസാനിപ്പിക്കണമെന്നും അതിനെന്താ ഒരു വഴിയെന്നും നന്ദിനി ഗൂഢമായി ചിന്തിക്കുന്നുണ്ട്. അന്നേരം നന്ദിനിയുടെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുക. മുറിയിൽ പോയി അതൊക്കെ പൂട്ടി ഫോൺ എടുത്ത് രാധയെ വിളിക്കുന്നുണ്ട്. അന്നേരം രാധ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുക. നന്ദിനിയുടെ കോള് കണ്ടിട്ട് രാധ ഫോൺ എടുക്കുന്നില്ല. അന്നേരം നന്ദിനിയാകെ വിഷമിച്ചിരിക്കുക. അപ്പോഴേക്കും വിക്രവും വേദയും അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും ക്ഷേത്ര നടയിൽ പോയി ഭഗവാനെ നോക്കി തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രസാദം വാങ്ങിച്ച് വേദ വിക്രമിന്റെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുന്നുണ്ട്. അന്നേരം വേദ വിക്രമിനോട് പറയുക, എന്നും ഞാൻ നിങ്ങൾക്ക് ചന്ദനം തൊട്ട് തരാറുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് എന്റെ നെറ്റിയിൽ ചന്ദനം ചാർത്തി തരാൻ തോന്നിയിട്ടുണ്ടോ? ഇത് കേട്ട് വിക്രം പറയുക, നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ മനസ്സിലെ വിശ്വാസം അതാ ഏറ്റവും വലുത്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ചന്ദനം നിങ്ങൾ എന്റെ നെറ്റിയെ ചാർത്തിത്താ. എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോന്ന് ഞാനൊന്ന് അറിയട്ടെ. ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നല്ലേ പറഞ്ഞത്? ഇത് കേട്ട് വിക്രം ചന്ദനം അതിയെ എടുത്ത് വേദയുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുന്നുണ്ട്. അന്നേരം വേദ തിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുക. അന്നേരം വിക്രം വേദയെ നോക്കുന്നുണ്ട്. ഈ സമയം ദീപ്തിയും ശങ്കരനും ശ്രീകാന്തും പത്മവും അമ്പലത്തിലേക്ക് വരുക. ഈ കാഴ്ച അവരുടെ കണ്ണിൽ പെടുന്നുണ്ട്. അന്നേരം പത്മത്തിന് ഇത് കണ്ട് ഒത്തിരി സന്തോഷാവുക. അതുപോലെ ദീപ്തിക്കും. അന്നേരം ശങ്കരൻ ഇത് കണ്ട് നോക്കി നിൽക്കുക. ഒരു നിമിഷം കണ്ണെടുക്കാതെ ശ്രീകാന്തിന് അന്നേരം അടക്കാനാവാത്ത ദേഷ്യം ഇത് കണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ വിക്രവും വേദ തിരിഞ്ഞു നടക്കുമ്പോ എന്റെ മുന്നിൽ അച്ഛനും അമ്മയും അനിയത്തിയും ഏട്ടനും നിൽക്കുന്നത് വേദ കാണുക. അന്നേരം വേദ വിക്രമിനെ നോക്കുന്നുണ്ട്. തിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഓടിപ്പോവുക. അന്നേരം പൂജാരി വിക്രമിനെയും വേദയും നോക്കി അവരോട് പറയുന്നുണ്ട്, ഇവർ തമ്മിൽ നല്ല ചേർച്ചയാ. ശിവനും പാർവതിയും പോലെയുണ്ട്. ദൈവം ചേരേണ്ടവരെ തന്നെയാ തീർത്തു വെച്ചത്. ഇത് കേട്ട് വിക്രമിനും വേദയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. രണ്ടുപേരും മുഖാമുഖം നോക്കി ചിരിക്കുക. ഇത് കേട്ട് ശങ്കരൻ ഒന്നും മിണ്ടുന്നില്ല. നേരം വേദ അവരോട് പറയുന്നുണ്ട്, ഇന്ന് ദീപ്തിയുടെ പിറന്നാളല്ലേ, ദീപ്തി നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയാ ഞങ്ങൾ ഈ സമയത്ത് വന്നത്. നേരം പത്മ പറയുന്നുണ്ട്, രണ്ടുപേരും ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വാ, പായസവും സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, കഴിച്ചിട്ട് പോവാ. നേരം ഇത് പറയുക, ഇന്ന് വേണ്ട, നിങ്ങൾ ഒരു ദിവസം വരും, അന്ന് നിങ്ങൾ പൂർണ്ണ സമ്മതത്തോടെ എന്നെ വിക്രമിനെ അങ്ങോട്ടേക്ക് വിളിക്കും, എന്നേ വരുന്നുള്ളൂ. ഇത് കേട്ട് പത്മങ്കനെ നോക്കുന്നതിനും ശരിയെന്ന് പറഞ്ഞ ദീപ്തിക്ക് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ഏതേയും വിക്രമും അവിടെ നിന്നും പോവാ. നേരം അവര് പോകുന്നത് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. നേരം ദീപ്തി അവരോടായി പറയുക, സത്യവാ പറഞ്ഞത് പൂജാരി, ഇവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. വിക്രമശേഖരന് ചേച്ചിയോട് പണ്ടത്തെ പോലെയൊന്നും അല്ല, നല്ല ഇഷ്ടമുണ്ട്, മുഖം കണ്ടാൽ അറിയല്ലേ അമ്മേ. നേരം പത്മവും പറയുന്നുണ്ട്, അതേ മോളെ എനിക്കും തോന്നി. ഇങ്ങനെ അവര് തൊഴാനായി പോവുക. അന്നേരം വിക്രം വേദ ദീപ്തിയുടെ പേരിൽ വഴിപാട് നടത്താനായി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും നന്ദിനിയുടെ ഫോണിൽ രാധ വിളിക്കുക. വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വിളിച്ചത്? ഞാൻ ഓട്ടത്തിലായിരുന്നു. അന്നേരം നന്ദിനി ഉടനെ പറയുക, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ. വിക്രവും വേദയും അമ്പലത്തിലേക്ക് പോയിരിക്കുക. അവര് തമ്മിലിപ്പോ പണ്ടത്തെ പോലെയൊന്നും അല്ല, ഒടിഞ്ഞ പ്രേമത്തില. അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാനൊരു കാര്യം പറഞ്ഞ നീ അതുപോലെ ചെയ്യുവോ? ഇത് കേട്ട് രാധ ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യാൻ? അവരുടെ മുന്നിലോട്ട് പോയ അവളുടെ മുന്നിൽ വെച്ച് അവൻ എന്നെ നാണം കെടുത്തും. എന്റെ സ്നേഹമൊന്നും അവൻ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരിക്കൽ അവൻ എന്റെ സ്നേഹം മനസ്സിലാക്കും. അതിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. ഒരിക്കലും വിക്രമിനെ മറക്കാനോ ആ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കാനോ എനിക്ക് കഴിയില്ല നന്ദിനിയെടുത്തി. ഇത് കേട്ട് നന്ദിനി പറയുക, എനിക്ക് അത്രയും കേട്ടാ മതി. എങ്ങനെയെങ്കിലും രണ്ടുപേരുടെ സ്നേഹം അത് കുറയ്ക്കണം. 24 മണിക്കൂറും അവന്റെ ബൈക്കിന്റെ പുറത്ത് അവള് ഇന്നത്തോടെ ഇത് അവസാനിക്കണം. ഇത് പറയാനേ ഞാൻ വിളിച്ചത്. ആരും അറിയാതെ ഞാൻ പറയുന്ന കാര്യം അതുപോലെ നീ ചെയ്യണം. ആരും ഒന്നും അറിയില്ല. ഇത് കേട്ട് രാധ ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യാനാ? നേരം നന്ദിനി പറയുന്നുണ്ട്, അവരിപ്പോ ക്ഷേത്ര നടയിൽ കാണും. വിക്രമിന്റെ ബൈക്ക് പുറത്തല്ലേ, നീ അവിടെ ചെന്ന് ബ്രേക്ക് അയച്ചിടണം. എവിടെയെങ്കിലും പോയി ഇടിച്ച് അവര് വീഴട്ടെ. ഇത് കേട്ട് രാധ പറയുക, അയ്യോ അത് വേണോ? വിക്രമിന് എന്തെങ്കിലും പറ്റിയാലോ വലിയ പ്രശ്നമാവും. അത് വേണ്ട. നേരം നന്ദിനി പറയുക, ഞാൻ പറയുന്നത് നീ അതുപോലെ കേൾക്ക്. അവർക്കൊന്നും പറ്റില്ല. അവളുടെ കയ്യോ കാലോ പൊട്ടേ ഉള്ളൂ. വേറെ എന്ത് സംഭവിക്കാനാ? ഞാൻ പറയുന്നത് പോലെ നീ കേട്ടാ മതി. വിക്രമിനെ നിനക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. ഇത് കേട്ട് രാധ മനസ്സിലെ മനസ്സോടെ പറയുക, ശരി ഞാൻ നോക്കട്ടെ. നേരം ഫോൺ കട്ട് ചെയ്യുക. നേരം ചിരിച്ചുകൊണ്ട് നന്ദിനി നിൽക്കുന്നുണ്ട്. ഇവർക്ക് എന്ത് സംഭവിച്ചു എനിക്കെന്താ? സ്വയം പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. നേരം രാധ അങ്ങോട്ടേക്ക് വരും. അമ്പലനടയിൽ വന്നിട്ട് ചുറ്റും നോക്കുന്നുണ്ട്, ആരെങ്കിലും തന്നെ കാണുന്നുണ്ടോ എന്ന്. എന്നിട്ട് അതിയെ
വിക്രമിന്റെ ബൈക്കിന്റെ അടുത്തേക്ക് വരുക. എന്നിട്ട് ബ്രേക്ക് ലൂസാക്കി വെക്കുക. നേരം വിക്രവും വേദയും തിരിച്ചു കളിച്ച് സംസാരിച്ച് ക്ഷേത്ര നടയിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. ഇത് കണ്ടതും രാധ പെട്ടെന്ന് ഒന്നും അറിയാത്തതുപോലെ ഓട്ടോയും എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. നേരം മറ്റൊരു ഓട്ടോയിൽ നിന്ന് ഒരാള് ഇതെല്ലാം കാണുന്നുണ്ട്. നേരം വിക്രവും വേദയും ബൈക്കിലോട്ട് കയറുക. വിക്രം വേദയും ഇരുത്തി ഇവിടുന്ന് പോവുക. നേരം ഇയാൾ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കുറച്ചു ദൂരം പോയപ്പോഴേക്ക് വിക്രം ബ്രേക്ക് ചവിട്ടിയിട്ട് ബ്രേക്ക് കിട്ടുന്നില്ല. തന്നെ വിക്രം വേദയോട് പറയുന്നുണ്ട്, ബൈക്കിൽ ബ്രേക്ക് ഇല്ല, നീ പേടിക്കണ്ട. നേരം വേദ ഭയന്നിരിക്കുക. പെട്ടെന്ന് ഒരു വണ്ടിയിൽ കൊണ്ട് ഇടിക്കുക. വിക്രം തെറിച്ച് ഇല്ലിന്റെ മേത വീഴുന്നുണ്ട്. അന്നേരം വേദ റോഡിലോട്ട് വന്ന് വീഴുക. കൈയും കാലും മുഖവും ഒക്കെ മുറിയുന്നുണ്ട്. പെട്ടെന്ന് വേദയുടെ ബോധം പോകുന്നുണ്ട്. നേരം പെട്ടെന്ന് വിക്രം എഴുന്നേറ്റ് വേദയുടെ അരികിലോട്ട് പോവുക. ബോധമില്ലാതെ കിടക്കുന്ന വേദയെ കണ്ട് വിക്രത്തിന് ഒത്തിരി സങ്കടാവുന്നുണ്ട്. കയ്യിലെ മുറിവ് ഒത്തിയിലെ മുറിവെല്ലാം കണ്ടേതെ എന്ന് ചിത്തി വിളിക്കുന്നുണ്ട്. പേടിച്ചതുപോലെ വേദയെ വിക്രം കെട്ടിപ്പിടിക്കുന്നുണ്ട്. അന്നേരം ക്ഷേത്ര നടയാതെ വന്ന് കണ്ടതും എല്ലാം അയാൾ വിക്രമിനോട് പറയുക. ഓട്ടോയിൽ ഒരു കുട്ടി വന്ന ബൈക്കിൽ എന്തോ ചെയ്തെന്നും നിങ്ങളെ കണ്ട് എത്തുന്നു പോയെന്നും പറയുക. നേരം ഇത് കേട്ടെന്ന് വിക്രമിനെ രാധയുടെ മുഖം ഓർമ്മ വരുക. രാധയാണ് ഈ ചതി ചെയ്തതെന്ന് വിക്രം മനസ്സിലാക്കുന്ന എന്റെ ബൈക്കിന്റെ ലൂസാക്കി വെച്ചു നീ വേദനെ അപകടപ്പെടുത്താൻ നോക്കിയതാണെന്ന് വിക്രമിന് അന്നേരം മനസ്സിലാവുക. എന്ന് തന്നെ വേദയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോഴേക്ക് വേദയ്ക്ക് ബോധം വരുന്നുണ്ട്. അന്നേരം ഓട്ടോയിൽ കയറി വേദനയും കൂട്ടി നേരെ ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോവുക. നേരം രാധ അവിടെ ഇരിക്കുന്നുണ്ട്. വിക്രമിനെ കണ്ടത് പേടിച്ച് വിറച്ച് നിൽക്കുക. നേരം ദേഷ്യത്തോടെ വിക്രം അരികിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ആ കവളത്ത് ആഞ്ഞടിക്കുക. ആ നേരിട്ടോക്കകത്ത് ഏത് ഇരിക്കുന്നത് രാധ കാണുന്നുണ്ട്. നേരെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ തല്ലിയത്? നേരെ വിക്രം പറയുന്നുണ്ട്, എന്നെ ഇവളെയും കൊല്ലാൻ ശ്രമിച്ചതിന് നീ എല്ലാടി ക്ഷേത്രത്തിൽ വന്ന് എന്റെ ബൈക്കിന്റെ ബ്രേക്ക് ചീകിത്താക്കിയത്. അങ്ങനെയല്ലേ ഞാൻ വേദയും വീണത്. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്നെ ഞാൻ വെച്ചേക്കത്തില്ലായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഇത്രയ്ക്കും ദുഷ്ടായിരുന്നോ നീ? എനിക്കറിയാവുന്ന രാധ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഇപ്പോഴാ എനിക്ക് നിന്നെ ശരിക്കും മനസ്സിലായി. എന്തും ചെയ്യാൻ മടിയില്ല ക്രൂരയായ സ്ത്രീയാണ് നീയെന്ന്. ഇനി ഒരിക്കൽ പോലും എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത്. ആട്ടി അകറ്റി ഞാൻ. ഇനി എന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനവും ഇല്ല. ഇനി ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്റെ പുറകെ വന്ന ഇതായിരിക്കില്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. കേട്ടോടി? ഇത് കേട്ട് അടുത്തുള്ളവരെല്ലാം രാധയെ നോക്കുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ അത് നാണം കെടുന്നുണ്ട്. നേരം രാധ സങ്കടം കൊണ്ട് കണ്ണൊക്കെ നിറയുക. നേരം വേദ പറയുന്നുണ്ട്, മതി വിക്രം നമുക്ക് പോവാ. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നേരം രാധയുടെ ഫോണിലോട്ട് നന്ദിനി വിളിക്കുന്നുണ്ട്. നേരം വിക്രം നന്ദിനിയുടെ കോള് കണ്ട് രാധയുടെ ഫോണ് പിടിച്ചു വാങ്ങിക്കുക. എന്നിട്ട് സ്പീക്കറിൽ ഇടുന്നുണ്ട്. നേരം നന്ദിനി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തല്ലോ അല്ലേ? വിക്രവും വേദയും എവിടെയെങ്കിലും വന്ന് വീണിട്ടുണ്ടാവും. ആ വേദയുടെ കയ്യും കാലും ഒടിഞ്ഞെങ്കിൽ മതിയായിരുന്നു. കുറെ ദിവസം അവള് വീട്ടിൽ കിടക്കുമായിരുന്നു. പിന്നെ അവള് വിക്രമിന്റെ ബൈക്കിൽ കയറി ഞെളിഞ്ഞു പോവില്ല. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തില്ലേ? അന്നേരം വിക്രം ദേഷ്യത്തോടെ നന്ദിനിയുടെ ശബ്ദം കേട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് കോള് കട്ട് ചെയ്യുക. നേരം ഒന്നും മനസ്സിലാവാത്തത് പോലെ നന്ദിനി ചിന്തിക്കുന്നുണ്ട്, എന്താ അവൾ ഫോൺ കട്ട് ചെയ്തത്? ചിലപ്പോ ഓട്ടത്തിലായിരിക്കും, പിന്നെ വിളിക്കാം. എന്തായാലും വിക്രമിനെയും വേദനയും ഇതുവരെ കണ്ടില്ലല്ലോ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ നന്ദിനി സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോഴേക്കും വിക്രം രാധയോട് പറയുന്നുണ്ട്, ഓ അപ്പൊ നിനക്കിതെല്ലാം പറഞ്ഞു തന്നത് നന്ദിനി ഏട്ടത്തിയായിരുന്നു അല്ലേ? രണ്ടും കൂടെ ചേർന്ന് വേദനെ ഇടത്തിക്കണം, അതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം. ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇനി ആരുടെയെങ്കിലും വാക്ക് കേട്ട് എന്റെയോ ഇവളുടെയോ നീലവട്ടത്ത് പോലും നീ വന്നു പോകരുത്രയും പറഞ്ഞ് വേദയും വിക്രമും വീട്ടിലേക്ക് പോകുന്നുണ്ട്. നേരെ വേദ പറയുക, ഇതിന്റെ പേരിൽ ഇനി ഒരു വഴക്ക് വേണം നന്ദിനി ഏട്ടത്തിയോട്. ഇതിനെ കുറിച്ചൊന്നും ചോദിക്കണ്ട, ആരും കാണാൻ നമുക്ക് ചോദിക്കാം. നേരം വിക്രം പറയുന്നുണ്ട്, നീ അവിടെ മിണ്ടാതിരിക്കുക. നേരം വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവര് വന്നത് അമല ഓടി പോവുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഇത്രയും വൈകിയത്? ഇത്ര നേരമായി പോയിട്ട് വിളിച്ചിട്ട് രണ്ടുപേരും ഫോണും എടുത്തില്ല. അന്നേരം നന്ദിനി ഓടിക്കൊണ്ട് അവിടേക്ക് വരുക. കൂടെ ശ്രീജയും നേരം വിനായകനും ഈശ്വരും മാഷും ഒക്കെ വരുന്നുണ്ട്. നേരം വിക്രം നന്ദിനിയോട് ചോദിക്കുക, ഇതിനെല്ലാത്തിനെയും കാരണം നന്ദിനി ഏട്ടത്തിയ, രാധയെ കൊണ്ട് എല്ലാം ചെയ്യിച്ചത് നന്ദിനി ഏട്ടത്തിയ. ഇത് കേട്ട് അതിശയത്തോടെ മാഷും കമലവും നന്ദിനിയെ നോക്കുന്നുണ്ട്. അന്നേരം നന്ദിനി പേടിച്ചു വിറച്ചതുപോലെ വിക്രത്തിനോട് പറയുക, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? രണ്ടുപേരും ഇവിടെ പോയി വീണിട്ട് എന്നെ പറയുന്നോ? ഞാൻ എന്ത് ചെയ്തെന്നാ? വിനയേട്ടൻ കേട്ടില്ലേ എന്നെ പറയുന്നത്? ഇത് കേട്ട് വിക്രം പറയുക, രാധയുടെ ഫോണിലോട്ട് വിളിച്ചതും സംസാരിച്ചതും എല്ലാം ഞാൻ കേട്ടു. ആ വോയിസ് റെക്കോർഡ് ഞാൻ റെക്കോർഡും ചെയ്തിട്ടുണ്ട്. എന്റെ ഫോണിൽ അതുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം. നേരെ പെട്ടെന്ന് വിക്രം ഫോൺ എടുത്ത് നന്ദിനി സംസാരിച്ച് വോയിസ് റെക്കോർഡ് എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് നന്ദിനി പേടിച്ചു നിൽക്കുക. നേരെ ദേഷ്യത്തോടെ മാഷ് നന്ദിനിയോട് പറയുന്നുണ്ട്, ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഭാഗ്യം കൊണ്ടല്ലേ വേദ രക്ഷപ്പെട്ടത്. ഇങ്ങനത്തെ ക്രൂരത ചെയ്യാൻ എങ്ങനെ നന്ദിനിക്ക് മനസ്സ് വന്നു? എന്നെ പോലൊരു പെണ്ണല്ലേ ഈ വേദയും. എന്തിനാ ഈ കുട്ടിയോട് ഇത്ര ദേഷ്യം നിനക്ക്? ഇതിന് മാപ്പില്ല നന്ദിനി. അന്നേരം മാഷി വിനായകനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഭാര്യ ചെയ്ത തെറ്റിന് എനക്കൊന്നും പറയാനില്ലേ? ഇത് കേട്ട് വിനായകൻ നന്ദിനിയുടെ അരികിലോട്ട് വരുക. എന്നിട്ട് ആ കവിളിൽ ആഞ്ഞടിക്കുന്നുണ്ട്, ഈ ഒരു സ്ത്രീ തന്നെയാണോടി? എങ്ങനെയാ നിനക്ക് ഇതിനൊക്കെ കഴിഞ്ഞത്? അച്ഛൻ പറഞ്ഞതുപോലെ ഏതയോട് മാപ്പ് ചോദിക്കണം. ഏത ക്ഷമിച്ചു എന്ന് പറയാതെ ഈ വീട്ടിൽ കേറണ്ട. അന്നേരം കമലൻ പറയുക, എന്റെ അഭിപ്രായം അത് തന്നെയാണ്. അന്നേരം വിക്രം ദേഷ്യത്തോടെ നിൽക്കുക. അന്നേരം നന്ദിനി വേദയുടെ കൈപിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുക, എന്നോട് ക്ഷമിക്കണം വേദ, അറിയാതെ പറ്റിപ്പോയത്. നീ ഒരിക്കലും എന്റെ ഭാഗത്തു നിന്നും തെറ്റും ഉണ്ടാവില്ല, എന്നോട് ക്ഷമിച്ചു എന്ന് പറയൂ. ഇത് കേട്ട് വേദ വിക്രമിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നേരം ദേഷ്യത്തോടെ വിക്രം നന്ദിനിയെ നോക്കുക.